ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബ്രെയിൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു പോത്തിൻ്റെ ബ്രെയിൻ ഫ്രൈ ആക്കി എടുത്തിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു ഫ്രൈ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പോത്തിൻ്റെ ബ്രെയിനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു ഫ്രൈയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു മസാല ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളകും, 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പും ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അതിനുശേഷം ചൂട് മാറിയിട്ട് ഇതൊന്ന് പൊടിച്ചും കൂടി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന ഒരു മസാലയുടെ ചൂട് മാറിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 20 ചുവന്നുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ആ ഒരു ഉള്ളിലേക്കൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തക്കാളിയുടെ പകുതി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയേ. വീണ്ടും മിക്സാക്കി എടുക്കുക. 1 ഇഞ്ച് വലിപ്പത്തുള്ള ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു തക്കാളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടൊന്ന് കളറ് മാറി വരണേ. അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 കപ്പ് ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. നമ്മുടെ ഒരു മസാലയൊക്കെ നല്ലതുപോലെ തിളച്ചിട്ട് ആ ഒരു കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് ആ ഒരു മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബ്രെയിൻ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഫ്രൈ റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഒരു സൈഡ് ഭാഗത്തൊക്കെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം വലിയ വലിയ പീസായിട്ട് കിടക്കണൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാട്ടോ. നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ബ്രെയിൻ ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.